നമസ്കാരം. ഒടുവിൽ അമേരിക്കയിൽ ഷട്ട്ഡൗൺ അവസാനിക്കുന്നു. അമേരിക്കയിലെ ഈ കടുത്ത പ്രതിസന്ധിക്ക് വിരാമമിടുന്നത് നീണ്ട 40 ദിവസങ്ങൾക്ക് ശേഷമാണ്. ലക്ഷക്കണക്കിന് പൗരന്മാരുടെ ഉപജീവന മാർഗത്തെ, ആരോഗ്യ പരിരക്ഷയും പ്രതിദിനം യാത്രകളെയും പ്രതികൂലമായി ബാധിക്കുന്ന ഈ തർക്കം കേവലം ബഡ്ജറ്റ് പോരാട്ടത്തിനപ്പുറം രാജ്യത്തിന്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഷട്ട്ഡൌണിന്റെ ഭാഗമായി അമേരിക്കൻ ഫെഡറൽ ഏവിയേഷൻ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ചിരുന്നു. ഇതോടെ അമേരിക്കയിൽ 5000-ത്തിലധികം വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കപ്പെടുകയോ ചെയ്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാരുടെ കൂട്ട അവധിയാണ് വിമാന സർവീസുകൾ കുറയ്ക്കാൻ ഇടയാക്കിയത്. രാജ്യത്തിന്റെ ഫെഡറൽ സംവിധാനങ്ങളെ നിശ്ചലമാക്കുകയും ലക്ഷക്കണക്കിന് ഫെഡറൽ ജീവനക്കാരെ ശമ്പളമില്ലാതെ വീട്ടിലിരുത്തുകയും ഭക്ഷ്യസഹായ വിതരണത്തെ താറുമാറാക്കുകയും വിമാനയാത്രകളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്ത അടച്ചുപൂട്ടൽ പ്രതിസന്ധിക്ക് അറുതി വരുത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു നിർണായക നീക്കത്തിനായാണ് അമേരിക്കൻ സെനറ്റ് രംഗത്തിറങ്ങുന്നത്. പ്രതിസന്ധി അവസാനിപ്പിക്കുന്നതിനായി ഫെഡറൽ ഗവൺമെന്റ് വീണ്ടും തുറക്കുന്നതിനും ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിനും ഭക്ഷ്യസഹായം വൈകുന്നത് ഒഴിവാക്കുന്നതിനും വിമാനയാത്രയിലെ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു നടപടിയുമായാണ് സെനറ്റ് മുന്നോട്ട് പോകുന്നത്. ഹ്രസ്വകാലത്തേക്ക്, അതായത് 2026 ജനുവരി വരെ സർക്കാരിന് ധനസഹായം നൽകാനുള്ള ഫണ്ടിംഗ് നടപടിയും 3 മുഴുവൻ വർഷത്തെ വിനിയോഗ ബില്ലുകളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഭേദഗതി വരുത്തിയ ഒരു ബില്ലിന്മേലാണ് സെനറ്റുമാർ വോട്ട് ചെയ്തത്. റിപ്പബ്ലിക് നിയന്ത്രണങ്ങളുള്ള സെനറ്റിൽ ബിൽ പാസ്സാക്കാൻ കുറഞ്ഞത് 8 ഡെമോക്രാറ്റുകളുടെ പിന്തുണ ആവശ്യമാണ്. ബില്ലിനെ കുറിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കാത്ത വൃത്തങ്ങളെ സൂചിപ്പിച്ചത് ഈ നീക്കത്തെ ഡെമോക്രാറ്റുകൾ പിന്തുണച്ചേക്കാം എന്നാണ്. എന്നാൽ ബിൽ നിയമമാകുന്നതിനുള്ള പാത സങ്കീർണമാണ്. ഭേദഗതി വരുത്തിയ പാക്കേജ് ആദ്യം പ്രതിനിധി സഭ പാസ്സാക്കണം. തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒപ്പിനായി അയക്കണം. ഇതിന് ദിവസങ്ങൾ എടുത്തേക്കും. അടച്ചുപൂട്ടലിന്റെ കാതൽ താങ്ങാനാവുന്ന പരിചരണ നിയമം അഥവാ ഒബാമ കെയർ പ്രകാരമുള്ള ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളുമായി ബന്ധപ്പെട്ട തർക്കമാണ്. അടച്ചുപൂട്ടൽ സമയത്ത് ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടികൾ ചിലതെങ്കിലും റദ്ദാക്കുവാനും 1 വർഷത്തേക്ക് സപ്ലിമെന്ററി ന്യൂട്രീഷൻ അസിസ്റ്റന്റ് പ്രോഗ്രാം ആനുകൂല്യങ്ങൾക്ക് ധനസഹായം നൽകുവാനും പുതിയ പ്രമേയം സഹായിക്കും. ഈ സബ്സിഡികൾ ഒരു ഡെമോക്രാറ്റിക് മുൻഗണനയായിരുന്നു. ഒരു കൂട്ടം ഡെമോക്രാറ്റുകൾക്കായി ഉണ്ടാക്കിയ കരാർ പ്രകാരം സബ്സിഡികൾ നീട്ടുന്നത് സംബന്ധിച്ച് ഡിസംബറിൽ ഒരു വോട്ടെടുപ്പിന് റിപ്പബ്ലിക്കന്മാർ സമ്മതിക്കുമെന്നും വൃത്തങ്ങൾ പറയുന്നു. അതേസമയം ട്രംപ് ഭരണകൂടം ആരോഗ്യ ഇൻഷുറൻസ് വിപണികൾക്കുള്ള സബ്സിഡികൾ വ്യക്തികൾക്ക് നേരിട്ട് പണം അടയ്ക്കുന്നതിന് പകരമാക്കണമെന്ന് ആവശ്യപ്പെട്ട് വീണ്ടും സമ്മർദ്ദം ചെലുത്തി. ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ട്രംപ് സബ്സിഡികളെ ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾക്ക് ഒരു അപ്രതീക്ഷിത നേട്ടമായും അമേരിക്കൻ ജനതയ്ക്ക് ഒരു ദുരന്തമായും വിശേഷിപ്പിച്ചു. എന്നാൽ സർക്കാർ തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇരു കക്ഷികളുമായി പ്രവർത്തിക്കുവാനും താൻ തയ്യാറാവൂ എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെൻസനും സെനറ്റർ ലിൻഡ്സേ ഗ്രാഹാമും നിയമനിർമ്മാതാക്കൾ ഫെഡറൽ ഫണ്ടിംഗ് നടപടി പാസ്സാക്കുന്നത് വരെ ട്രംപിന്റെ ആരോഗ്യ സംരക്ഷണ ആശയം അവതരിപ്പിക്കില്ലെന്നും വ്യക്തമാക്കി. ഡെമോക്രാറ്റുകൾക്ക് സർക്കാർ വീണ്ടും തുറക്കുന്നതുവരെ ഞങ്ങൾ അവരുമായി ചർച്ച നടത്താൻ പോകുന്നില്ല എന്നാണ് ബെസന്റ് വ്യക്തമാക്കിയത്. അടച്ചുപൂട്ടലിൽ വർദ്ധിച്ചു വരുന്ന പ്രത്യാഘാതങ്ങൾ ഒരു കരാറിലേക്കും ലേബർ ചേംബറിനെ തള്ളിവിട്ടു. ഭക്ഷ്യസഹായം, പാർക്കുകൾ, യാത്ര എന്നിവയെ അടച്ചുപൂട്ടൽ ഇതിനോടകം തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ മാസം അവസാനം വരുന്ന തിരക്കേറിയ താങ്ക്സ്ഗിവിംഗ് അവധിക്കാലം എയർ ട്രാഫിക് കൺട്രോൾ ജീവനക്കാരുടെ ക്ഷാമം യാത്രയെ തടസ്സപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. സർക്കാർ അടച്ചിടുന്നത് തുറന്നാൽ 4ാം പാദത്തിൽ സാമ്പത്തിക വളർച്ച നെഗറ്റീവ് ആയേക്കാം എന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് കെവിൻ ഹാസെറ്റ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂയോർക്കിൽ നിന്നുമുള്ള ഡെമോക്രാറ്റുകളും സെനറ്റ് ന്യൂനപക്ഷ നേതാവുമായ ചക് ഷൂമർ ഈ നടപടിക്കെതിരെ വോട്ട് ചെയ്യുമെന്നും പറഞ്ഞു. ട്രംപിന്റെ ആരോഗ്യ സംരക്ഷണ നിർദ്ദേശം ACA ഇല്ലാതാക്കുവാനും ഇൻഷുറൻസ് കമ്പനികൾക്ക് നിലവിലുള്ള രോഗങ്ങൾക്കുള്ള ആളുകളുടെ കവറേജ് നിഷേധിക്കുവാൻ അനുവദിക്കുന്ന ലക്ഷ്യമിട്ടുള്ളതാണ് എന്നും ഡെമോക്രാറ്റിക് സെനറ്റർ ആദം ഷിഫ് വിമർശിച്ചു. 40 ദിവസം നീണ്ടുനിന്ന ഈ സ്തംഭനാവസ്ഥ അമേരിക്കയുടെ ഭരണ നിർവഹണ സംവിധാനത്തിലെ രാഷ്ട്രീയമായ കടുംപിടുത്തങ്ങളെയാണ് തുറന്നുകാട്ടുന്നത്. സെനറ്റിലെ ഇപ്പോഴത്തെ ഈ നീക്കം ഒരു വഴിത്തിരിവാകുമോ അതോ മറ്റൊരു താൽക്കാലിക ആശ്വാസം മാത്രമാകുമോ എന്നറിയാൻ രാജ്യം ഇനിയും കാത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച